ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു റോമിംഗ് വിത്ത് സായി. ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ മാസവും ഒക്കെ തേടി പിടിച്ച് അന്വേഷിച്ച് വീണ്ടും പോയിക്കൊണ്ടിരുന്ന പൊന്മുടിയിലേക്ക് ഏകദേശം ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു യാത്രയാണ്. ഞാനുണ്ട്, എൻ്റെ അനിയന്മാരായിട്ടുള്ള അജയ് ശങ്കർ, സായി വിഷ്ണു, അച്ഛൻ ഫ്രണ്ട് ഇരിപ്പുണ്ട്. അച്ഛനോട് എന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. മാസ്ക് എങ്ങനെ ഇടാം എന്നാണ് അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര പോവുകയാണ്. അടുത്ത സുഹൃത്ത് ശ്രീനാഥും കൂടെ വരാറുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രീനാഥിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ടുള്ള വിശേഷങ്ങൾ തുടർന്ന് പറയാം. ഞങ്ങളങ്ങനെ പോവുകയാണ്. ഗോൾഡൻ വാലി എന്ന പൊന്മുടി. ഇവിടെ ഒരുപാട് ആളുണ്ട് കേട്ടോ. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാരുണ്ട്. തീർത്ഥാടക പോകാമെന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മളെ ചെക്ക് ചെയ്യുന്ന വണ്ടിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പോകൂ. വണ്ടിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ പൊന്മുടി മുകളിലോട്ടുള്ള വഴിയിലാണ്. ഈ കാണുന്ന മലയുടെ ഭാഗമാണ് വരയാട്ടുമുട്ട എന്നൊക്കെ പറയുന്ന സ്ഥലം. അതിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ നമ്മൾ മുകളിൽ കയറുമ്പം അതിൻ്റെ അപ്പുറത്തെ വശത്തുള്ള ആ ഒരു വ്യൂവും കാണാനാവും. ഇതിൽ ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ്, അതായത് ഈ സൈഡിലെ എഡ്ജിലാണ് വരയാട്ടുമുട്ട യഥാർത്ഥ ലൊക്കേഷൻ. ട്രക്കിംഗ് ഉണ്ട്, ഒരു ദിവസത്തോളം ട്രക്ക് ചെയ്യാനുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. പൊന്മുടി ടൂറിസ്റ്റ് പാക്കേജുകളിൽ വരയാട്ടുമുട്ടയിലോട്ടുള്ള ട്രക്കിങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനാവും. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. കുറച്ചുകൂടെ ദൂരം ഇനിയും ഉണ്ട്. അനിയന്മാർ അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. അച്ഛനും അകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ മുകളിലെത്തിയിട്ട് ബാക്കി. അങ്ങനെ ഞങ്ങളിതാ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് പോർഷനിലുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഹട്ടുകളാണ്. ഇവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. ഇത് ഞങ്ങൾ വന്ന ആ ഒരു വഴിയും വന്ന സൈഡും. ഇത് പൊന്മുടിയുടെ ഒരു സൈഡിലുള്ള ഒരു ചെറിയ വഴി നമ്മളിങ്ങനെ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാലൊരു ഏകദേശം ഒരു 360 ഡിഗ്രി വ്യൂ പൊന്മുടിയെ പറ്റി നമുക്ക് കിട്ടും. എൻ്റെ കൂടെ അനിയൻ അജയുണ്ട്, പ്രിയപ്പെട്ട സായി വിഷ്ണുവുണ്ട്.
ഞങ്ങൾ രണ്ടും കൂടെ ഇതാ അങ്ങനെയൊക്കെ രണ്ടല്ല 3 പേര്, അച്ഛനും ശ്രീനാഥും ഒക്കെ വണ്ടിക്കകത്തിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. സമയം ഇപ്പം കറക്റ്റ് പറഞ്ഞാൽ 1:45. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയുടെ ഏറ്റവും ടോപ്പിലുള്ള ഹിൽ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ സായിയുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇവിടെ നിന്നാൽ പൊന്മുടി ഏകദേശം ഒരു 360 ഡിഗ്രി മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഞാൻ വെറുതെ ഒന്ന് കറങ്ങി കാണിച്ചു തരാം. വാച്ച് ടവർ, ആ കാണുന്ന സ്ഥലമാണ് വാച്ച് ടവർ. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരുവിധമുള്ള എല്ലാ പൊന്മുടി മെയിൻ സ്പോട്ടുകളും മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. പൊന്മുടി എന്ന് പറയുന്നത് തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. വെയിലുണ്ട്, നല്ല വെയിലത്ത് നിൽക്കുകയാണ് നമ്മൾ. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതും ഇവിടെ കയറുന്നതും. പണ്ടൊക്കെ എപ്പോഴൊക്കെ നമുക്ക് സമയം കിട്ടുമോ ബൈക്കിൽ ഒരു 10-300 രൂപ പെട്രോൾ ഓടി ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെ പറ്റുന്നില്ല. കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇവിടെ ഫോണിന് റേഞ്ച് ഉള്ളത് ഏതാണ് സായി? ഫോൺ റേഞ്ച് ഉള്ളത് ജിയോ ഉണ്ട്, എയർടെലും ഉണ്ട്. ജിയോയ്ക്കും എയർടെലിനും ഇപ്പം ഇതിൻ്റെ മുകളിൽ റേഞ്ചുണ്ട്. എത്ര? നിലവിൽ 4 കട്ട വരെ കാണിക്കും. 4 പോയിന്റ് വരെ റേഞ്ച് കാണിക്കുന്നുണ്ടെന്നാണ് സായി പറയണത്. പണ്ട് ഞങ്ങളിവിടെ ആദ്യമൊക്കെ വരുമ്പം ഈ ഭാഗത്ത് BSNL ചില ഏരിയകളിൽ മാത്രം കിട്ടുമായിരുന്നു, ഒരു 2010-11 വരുന്ന സമയത്ത്. പക്ഷേ ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ പുതിയൊരു പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. പണ്ട് പൊന്മുടി പോലീസ് സ്റ്റേഷൻ താഴെ ആയിരുന്നു, പക്ഷേ ഇപ്പം പോലീസ് സ്റ്റേഷൻ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് പോലീസ് സ്റ്റേഷനുണ്ട്. നമുക്ക് പോകുന്ന വഴി തന്നെ കാണാൻ പറ്റും. പിന്നെ ഗൈഡുകൾ ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ വരുമ്പം ഈ 22 ഹെയർ പിൻ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു ടിക്കറ്റെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ താഴ്ന്ന് കയറുമ്പോൾ ആദ്യം കാണുന്ന ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബുക്കിംഗ് ഒന്നുമില്ല, നേരിട്ട് വരാം. പക്ഷേ ഒരു നിശ്ചിത സമയത്തിന് മാത്രമേ ഇപ്പോൾ നിൽക്കാൻ പറ്റൂ എന്നുള്ളതാണ് പറയുന്നത്. കുറച്ച് സമയം നമുക്ക് തന്നിരിക്കുന്ന സമയം ഏകദേശം 3:30 മണി വരെയാണ്. പക്ഷേ ഞങ്ങൾ അത്രയും നേരമൊന്നും നിൽക്കുന്നില്ല, നമ്മൾ നേരത്തെ തന്നെ പോവും. കാര്യം വെയിലത്ത് ഒരുപാട് നേരം നമുക്ക് നിൽക്കാനായിട്ട് ഭയങ്കര പാടാണ്. പൊന്മുടിയിൽ എപ്പോഴാണ് വരേണ്ട ഒരു നല്ല സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ രാവിലെ എത്താൻ നോക്കുക. 8-8:30 മണിയോടുകൂടിയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം കൃത്യം ആ ഒരു സമയത്ത് എത്തുക, ഇവിടെ എല്ലായിടവും കറങ്ങി കിടന്ന് കാണുക. പതിയെ നല്ല ഇവിടെ ഒരുപാട് തട്ടുകടകളുണ്ട്. ഇവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് സമാധാനമായി വീട്ടിലേക്ക് പോകുക. ഞങ്ങൾ പലപ്പോഴും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും എല്ലാ നല്ല നിമിഷങ്ങളും എല്ലാം കൂടുതൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് പൊന്മുടിയുടെ മുകളിൽ വെച്ചാണ്. അതിനൊരു ഗ്യാപ്പ് വന്ന സത്യത്തിൽ ഈ കൊറോണ വന്ന ആ ഒരു സമയത്താണ്. സായി എന്താ കുറേ തിരുതര ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഹോയ്, സായി എത്രാമത്തെ പ്രാവശ്യം പറഞ്ഞത്? ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. ഇത്രാമത്തെ തവണയൊന്നുമില്ല. എൻ്റെ കൂടെ തന്നെ സായി ഒരു 10-12 പ്രാവശ്യത്തിൽ കൂടുതൽ കയറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഈ പെട്രോളിന് വില കുറഞ്ഞിരുന്ന സമയത്ത് ഞങ്ങളൊരു 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഞങ്ങൾ നേരെ ഇനി വരുമായിരുന്നു. ഇപ്പം അങ്ങനെ പെട്രോളിന് വില കൂടി അതൊരു സൈഡിൽ. പിന്നെ അതോടെ അങ്ങനെ ഓടി വരാറില്ല. എങ്കിലും അവസരം സമയം കിട്ടുമ്പോഴും സൗകര്യങ്ങൾ വരുമ്പോഴും ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പൊന്മുടി തന്നെയാണ്. പല സമയങ്ങളിലും എല്ലാ ക്ലൈമറ്റിലും ഞങ്ങൾ എല്ലാ ക്ലൈമറ്റിലും മഴയത്തും മഞ്ഞത്തും ഈ വെയിലിലും ഒക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ട്.
കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അരണ്യ മാഗസീനിൽ എനിക്ക് ഇതിനെപ്പറ്റി പൊന്മുടിയെപ്പറ്റി ഞാനൊരു ആർട്ടിക്കിളും മുമ്പ് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2019 ജൂലൈയിലുള്ള ലക്കത്തിൽ എഴുതിയിട്ടുണ്ട്. പൊന്മുടി ഋതുമരമ്പങ്ങളിലൂടെ എന്നുള്ളൊരിതാണ്. പല അവസ്ഥകളിലൂടെ കാലാവസ്ഥയിൽ കൂടെ പൊന്മുടി കടന്നു പോകുന്നതിനെ പറ്റിയാണ് ആ ഒരു ആർട്ടിക്കിൾ. ഞങ്ങളിവിടെ വന്നപ്പോൾ നമ്മൾ ആദ്യം പേടിച്ചിരുന്ന കാര്യം ഇവിടെ ഭയങ്കര ചൂട് ഉണ്ട് എന്നുള്ളതാണ്. കാര്യം സമയം കറക്റ്റ് 1 മണിക്ക് 2 മണിക്ക് ഇടയിലാണ് ഞങ്ങളിവിടെ കയറിയിരിക്കുന്നത്. പക്ഷേ ചൂടിനോടൊപ്പം നല്ല തണുത്തൊരു കാറ്റും വീശുന്നുണ്ട്. അതിൻ്റെ ഒരു സഹായം കൊണ്ട് അത്ര ചൂട് അനുഭവപ്പെടാതെ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ തിരിച്ച് ഇറങ്ങുകയാണ്. ഇതൊരു പെട്ടെന്നുള്ളൊരു വിസിറ്റായിരുന്നു. ഒരിക്കലും പ്ലാൻ ചെയ്യാത്ത രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു. കാര്യം പെട്ടെന്നാണ് ഈ യാത്ര തീരുമാനിച്ചത്. അനിയന്മാരെയും ശ്രീനാഥനെയൊക്കെ വിളിച്ച് പെട്ടെന്ന് അച്ഛൻ്റെ കൂടെ കാറിൽ കയറി ഞങ്ങൾ പെട്ടെന്ന് ഓടിഞ്ഞ് വന്നതാണ്. പെട്ടെന്നുള്ളൊരു ഡിസിഷൻ ആയതുകൊണ്ട് കൂടുതൽ നിന്ന് കറങ്ങാനുള്ളൊരു സമയവും ഞങ്ങൾക്കില്ല. നാളെ അടുത്തൊരു സുഹൃത്തിൻ്റെ കല്യാണം കൂടിയാണ്. അപ്പോൾ വൈകുന്നേരം അവിടെ പോയി കല്യാണം ഒന്ന് കൂടിയിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളത്. അപ്പം അടുത്ത വരവിൽ വീണ്ടും കാണാം. ബൈ. നമ്മൾ എപ്പോഴും പൊന്മുടിയിലോട്ട് പോകുമ്പം മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കി കാണുന്ന ഒരു ചെറിയ ഒരു മൈതാനമുണ്ട്. മൈതാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രസമുള്ള സ്ഥലമാണ്. ഒരു മുകളിൽ നിന്ന് പോകുമ്പോൾ പച്ച പുല്ലിൻ്റെ നടുക്ക് പച്ച പരാതാന്ന് ഇരിച്ചതിൻ്റെ നടുക്ക് കുറച്ച് സ്ഥലം പ്ലേ ഗ്രൗണ്ട് ഇതാ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ പണ്ടോട്ടുള്ള ആഗ്രഹമാണ് ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കണം എന്നുള്ളത്. അങ്ങനെ അതിനായിട്ട് ആ സ്ഥലം കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ നല്ല സൂപ്പർ ഗ്രൗണ്ടാണ്. അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും കാണാൻ ആൾക്കാർ പശുവിനെയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. എന്നാലും നല്ല ഒരു സ്ഥലമാണ്. അങ്ങനെ അതും കൂടെ എൻ്റെ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. പൊന്മുടിയിൽ ഈ സ്ഥലത്തിനെ പറയുന്നത് കുളച്ചിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലം ഇരിക്കുന്നത്. എല്ലാവർക്കും പൊന്മുടിയിൽ മുകളിൽ കൂടെ പോകുമ്പം കാണാൻ പറ്റും. പൊന്മുടി മുകളിലോട്ട് പോകുന്ന റൂട്ടിൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അങ്ങനെ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകണേ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഒരു നല്ല പൊന്മുടി യാത്രയുടെ ഓർമ്മകളോടുകൂടി എന്നാണെന്ന് അറിഞ്ഞത്. ഒരു വർഷത്തിന് ശേഷം അടുത്ത ആഴ്ച പോകണമെന്നാണ് സാധ്യത. ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വരുന്നത്. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് അല്ല, ഇനി പറ്റുമ്പോഴേ വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. സമയമില്ല. ഉറപ്പായിട്ടും വീണ്ടും വരണം. അപ്പോൾ ബൈ.